ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ദുബായി പോവാണ്. അപ്പം ബാബൻ്റെ വീടുണ്ട് ദുബായിൽ, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, വീട് പണി കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ആ വീഡിയോ അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണാം. അങ്ങനെ ഇവിടുന്ന് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് റാസൽ കൈമയിലാണ്. അവിടുന്ന് ഒരു 2 മണിക്കൂർ ട്രാവലുണ്ട് ദുബായിലേക്ക്. പിന്നെ ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടുത്തെ VIPs ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അങ്ങനെ ഇതാ ഞങ്ങൾ വില്ലയിലോട്ട് കയറി. എൻ്റെ മൈൻഡ് പോയത് വേറെ അങ്ങോട്ടല്ല. ഇവിടെ കണ്ട ഒരു എഗ്ഗ് ഷേപ്പ് വില്ല നല്ല രസമുണ്ട്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പം വേറെ എന്തോ ആണ് വിചാരിച്ചു. പക്ഷേ ഒരു നല്ല ഭംഗിയുണ്ടായിരുന്നു, വെറൈറ്റി ആയിട്ട്. ഒരു എഗ്ഗ് ഷേപ്പല്ലേ, അപ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കും. പിന്നെ ബാബൻ്റെ മകൻ്റെ വീടും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ബാബൻ്റെ വീടിൻ്റെ അങ്ങനെ നമ്മളവിടെ എത്തി. ഈ കാണുന്നതാണ് ബാബൻ്റെ മകൻ്റെ വീട്. ഈ ഫ്രണ്ടിൽ കാണുന്നത് തൊട്ടപ്പുറത്തുള്ളതാണ് ബാബൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്. അങ്ങനെ ദാ അവിടെ എത്തി. ഞാൻ വീടൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ട് വ്യൂ വരുന്നത്. ഫുള്ള് പണി സാധനങ്ങളൊക്കെ ആയിരുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോൾ പെയിൻറ്റിങ് ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് കാണുന്നത് പുറത്തേക്കുള്ള കിച്ചണാണ്. ഇവർ പുറത്താണ് കിച്ചണൊക്കെ സെറ്റ് ചെയ്യുക. കിച്ചണും 2 റൂംസും സ്റ്റോർ റൂമൊക്കെ ആയിട്ട് വരുന്നതാണ് ഈ കാണുന്നത്. ഞാൻ ഇവിടുത്തെ റൂംസൊക്കെ കാണിച്ചു തരാം. പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, എന്നാലും കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ബാത്റൂമിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ടൈലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ലിഫ്റ്റിനുള്ള സ്പേസാണ് ഈ കാണുന്നത്. ഇവിടെ ആയിട്ടൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട്.
ഡൈനിങ് ഹാളിലൊക്കെ സെൻട്രൽ എ സി ആണ് വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ സ്റ്റെപ്പിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം വന്നപ്പോൾ അതൊക്കെ ക്ലിയറായി. ഇത് സെക്കൻഡ് ഫ്ലോറിലെത്തി. ഇവിടുന്ന് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു എഗ്ഗ് ഷേപ്പ് വില്ല, അത് ഇവിടുന്ന് നല്ല വ്യൂ, അടിപൊളിയായിട്ട് വ്യൂ ഉണ്ട്. കാണിച്ചു തരാം. അങ്ങനെ ഇതാ സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ബാബൻ്റെ റൂം വരുന്നത്. ആദ്യം ഞങ്ങൾ വിചാരിച്ച ഡൈനിങ് ഹാളാണെന്നാ, പക്ഷേ ഈ കാണുന്നത് മുഴുവൻ ബാബൻ്റെ റൂമാണ്. ഇവിടെ നമ്മൾ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ബാബ അങ്ങനെ ഒരു സെറ്റാക്കി. ഇതാ ആ വില്ല കാണുന്നുണ്ടോ, എഗ്ഗ് ഷേപ്പിലുള്ള. ഇവിടുന്ന് നോക്കിയാൽ ബാബൻ്റെ മോൻ്റെ വീട് കാണാം. ഇതായി കാണുന്നതാണ്. അവരൊന്നും അവിടെ ഇല്ല, അവർ തായ്ലൻഡിൽ എവിടെയോ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പം. ഇതൊക്കെ കഴിഞ്ഞ് തേർഡ് ഫ്ലോറിലേക്ക് കയറുമ്പോഴാണ് അടിപൊളി വ്യൂ ഉള്ളത്. എന്താ പറയുക, ആ ഏരിയ മുഴുവനായിട്ട് നമുക്ക് കാണാം. ഇവിടുന്ന് ബുർജ് ഖലീഫയൊക്കെ നമുക്ക് നേരെ കാണാനായി. ഇതിപ്പോൾ ഇമിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് മങ്ങലായിട്ടാണ് കാണുന്നത്. മുകളിൽ കയറിയപ്പോൾ ഫുള്ള് പണിക്കാരും എല്ലാവരും മുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഓപ്പൺ മജ്ലിസ് ആയിട്ടാണ് ബാബ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു, ഇനി എന്താ അറിയില്ല. വർക്ക് കഴിഞ്ഞ് വരുമ്പോഴേ ഇത് എന്താണ് ഏതാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവിടുന്ന് ഇതായി സൈഡിലായിട്ട് നമ്മുടെ എൻ്റെ അതേ ഹൈറ്റിലൊരു മതിലുണ്ട്. അതുകൊണ്ട് കുട്ടികളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അവിടുന്ന് ആ സൈഡിൽ നോക്കിയാൽ ബുർജ് ഖലീഫ കാണാം. പക്ഷെ ഫോണിൽ കുറച്ച് ക്ലിയർ കുറവാണ്. എന്താ പറയുക, ചൂട്, ഹെവി ചൂടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ എന്താ പറയുക, ഭയങ്കര ചൂടായിരുന്നു. സൈഡിൽ ഫുള്ള് ഇതുപോലെ അരമതിലിൽ ഒരു ബാൽക്കണിയാണ് വരുന്നത്. അത് അത്ര ഹൈറ്റ്, എൻ്റെ അതേ ഹൈറ്റിലാണുള്ളത്. ഇത് ഓപ്പൺ ടെറസ് മുകളിൽ, അതിൻ്റെ മുകളിലേക്കും ഒരു ഓപ്പൺ ടെറസാണ് വരുന്നത്. മുത്തും ഫൈസിയും കയറി നോക്കുന്നുണ്ടായിരുന്നു.
ബാത്റൂമിലൊക്കെ AC സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ചൂടാണ്. പിന്നെ ഞങ്ങളിതാ പുറത്തേക്ക് പോവാണ്. ഭയങ്കര ചൂടായതുകൊണ്ട് കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ല. ഇവിടെ ആയിട്ട് 2 റൂംസ് ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇങ്ങോട്ട് കയറിയില്ല. ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു റൂമും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചണിൻ്റെ പണിയൊക്കെ ഏകദേശം ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സ്റ്റോർ റൂമാണ്. ഇതാണ് കിച്ചണ്. പിന്നെ ദൈ കാണുന്നത് ഈ വീടിൻ്റെ ബാക്ക് സൈഡാണ്. മുറ്റമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അയ്യോ, ഒന്നും പറയണ്ട, ഭയങ്കര ചൂടായിരുന്നു. ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ്. ഇപ്പം ഏകദേശം ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ട്. എല്ലാവർക്കും ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ ആയിട്ട് വലിയൊരു കാരക്കത്തോട്ടം കണ്ടു. അപ്പം ഞാൻ അതും വീഡിയോ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ വരിക്ക് ഒരുപാട് കാരക്കമരം. അപ്പം അതും വീഡിയോ എടുത്തു. പിന്നെ ബാബി മുത്തും വന്നാൽ, വീട് നോക്കാൻ വന്നാൽ എപ്പോഴും അധികം ഇവിടെ അടുത്തുള്ളൊരു ഫിഷ് ഐറ്റംസ് കിട്ടുന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിന്ന് തന്നെയാണ് അധികം ഫുഡ് കഴിക്കൽ. അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു കുളിർമയാണ്. നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ശേഷം ഇങ്ങനെ പച്ചപ്പൊന്നും വല്ലാതെ ഇവിടെ കാണാൻ കിട്ടൂല. അങ്ങനെ നമ്മൾ ഹോട്ടലെത്തിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് പുറത്ത് ഇരിക്കാനുള്ള സെറ്റപ്പും ഉണ്ട്. രാത്രി ടൈമിലൊക്കെ. പകൽ നടക്കൂല, ഹെവി ചൂടല്ലേ. ഒരു സെറ്റപ്പ് ഫുള്ള് എന്താ പറയുക, ഒരു ഓലയും ഒരു നൊസ്റ്റാൾജി ഫീൽ അടിക്കുന്ന ഒരു ഹോട്ടലായിരുന്നു. ഫുള്ള് എന്താ പറയുക, ഫിഷിംഗ് ആയിട്ടുള്ള ഒരു വലയും കാര്യങ്ങളും അങ്ങനത്തെ ഒരു ഡെക്കോറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റായിട്ട് അവർ ഫിഷിൻ്റെ സൂപ്പ് ഉണ്ടായിരുന്നു. ഞാനും മുത്തു സൂപ്പ് ഓർഡർ ചെയ്തു. പൈസയ്ക്കൊന്നും പറ്റിയില്ല, ക്ഷമ കെട്ടിയിരിക്കുകയാണ്. പിന്നെ ഫുഡ് വന്നു. ഞങ്ങൾ ബിരിയാണിയും ബാബ ഒരു ഹമൂർ കറിയും
പിന്നെ മുത്തും അതുപോലെ മിക്സഡ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇവിടെ ആയിട്ട് കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്. ഇവരെ എന്താ പറയുക, ഈ ദുബായിലുള്ള ഷെയ്ഖ് ഹംദാനാണെന്ന് തോന്നുന്നു. പിന്നെതാ ഇവിടുത്തെ ഈ അറ്റ്മോസ്ഫിയർ തന്നെ ഒരു വലയും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ്. ഇവരുടെ യൂണിഫോം ശ്രദ്ധിച്ചോ? ഇവരുടെ എന്താ പറയുക, ഒരു കള്ളിത്തുണി പോലത്തെ ഒരു പാവാടയാണത്. മുണ്ടല്ല, പാവാടയാണ്. അതും ഒരു ബ്ലൗസ്, എന്താ പറയുക, ഷർട്ടല്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അവിടെ എല്ലാവരും ആ ജോലിക്കാർ മുഴുവൻ അങ്ങനത്തെ യൂണിഫോമാണ് അവിടെ. ഞങ്ങളത് കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.